കഴിഞ്ഞ ദിവസമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നത്. ഇനി ഫെബ്രുവരി 8-ാം തീയതി, അതായത് മറ്റന്നാൾ വോട്ടെണ്ണലും ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹി തെരഞ്ഞെടുപ്പിൽ നടന്ന ആ വോട്ടെടുപ്പിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നല്ലേ, CAA സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്. CAA കൊണ്ട് ഗുണമുണ്ടായ ഒരു റിപ്പോർട്ട്. 186 പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു ആൾക്കാർക്കാണ്, അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് കഴിഞ്ഞ ദിവസം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 60.44% പോളിംഗിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികളും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. പതിറ്റാണ്ടുകളായി ഇവർ നഗരത്തിൽ താമസിക്കുകയാണ്, എന്നിട്ട് പോലും ഇവർ ഇന്ത്യയിൽ രണ്ടാം കിട പൗരന്മാരെ താമസിക്കുകയായിരുന്നു. ഇവർക്ക് വോട്ടവകാശം പോലും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് പോളിംഗ് ബൂത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന് നന്ദി എന്നാണ് ഇവർ പറയുന്നത്. 186 പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥികൾക്ക് ജീവിതത്തിൽ ആദ്യമായി ഇന്ത്യയിൽ വോട്ട് അവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യയിൽ അവർക്ക് പൗരത്വം നൽകി, അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം CAA പ്രകാരം പൗരത്വം ലഭിച്ചതിന് ശേഷം ഡൽഹിയിലെ മജ്നു കാത്തിലയിൽ കുറഞ്ഞത് 150 പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥികൾക്ക് ചൂണ്ടുവിരലിൽ മഷി പുരട്ടാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ ഞങ്ങൾ ഹിന്ദുസ്ഥാന്റെ ഭാഗമായി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിറകണ്ണുകളോടുകൂടിയാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ധാരാളം നാളുകളായി ഇവിടെ താമസിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് വോട്ടവകാശമില്ല, ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യവും ലഭിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ട്. CAA, അതായത് പൗരത്വ നിയമ ഭേദഗതിക്കാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്, മോദി സർക്കാരിനാണ് ഞങ്ങൾ നന്ദി പറയേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. ജീവിതത്തിൽ വലിയൊരു പങ്കും ഇന്ത്യയിലാണ് ഞങ്ങൾ ചെലവഴിച്ചത്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു. ആൾക്കാർ വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്താനായി കൊതിച്ചിരുന്നിട്ടുണ്ടാണ് ഇവർ പറയുന്നത്. മെച്ചപ്പെട്ട ഭാവിക്കായി ശരിയായ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കും വിനിയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വാർത്തയായി അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പാകിസ്ഥാനി ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം ലഭിക്കുന്നത് എപ്പോഴാണ് എന്നുകൂടെ നിങ്ങൾ അറിയണം. അതായത് 2024 മാർച്ച് 11-നാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതായി പ്രഖ്യാപിക്കുക, അതായത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഇവർക്ക് പൗരത്വം കൊടുക്കുന്നതായുള്ള പ്രഖ്യാപനം വരുന്നത്. ഇത് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ പ്രവേശിച്ച പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുവദിക്കുന്നു. ഏകദേശം 300 കുടിയേറ്റക്കാർക്കാണ് ഈ പൗരത്വം വഴി ഈ അപേക്ഷ വഴി അല്ലെങ്കിൽ ഈ നിയമം വഴി പൗരത്വം ലഭിച്ചത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.